ഫോൺ മെമ്മറി ഫുള്ളാണോ? ഒരു പിക്ചർ പോലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഫയലുകൾ നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യാതെ, അതായത് വീഡിയോസോ പിക്ചേഴ്സോ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാതെ, നമ്മൾ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ എത്ര മെമ്മറി സ്പേസ് ഉണ്ടായിരുന്നോ അത്രയും മെമ്മറി സ്പേസ് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ചെയ്യാനായിട്ട് ആദ്യമായി നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഐക്കണില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നൊരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലോഡാകും. ലോഡായതിനു ശേഷം നമുക്കൊരു പേജ് ഇവിടെ ഇത്തരത്തിൽ വരും. അപ്പോൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെർച്ച് ഹെൽപ്പ് എന്നൊരു ഓപ്ഷൻ കാണില്ലേ, സെർച്ച് ബാർ, അതിൽ നിങ്ങൾ ഡിലേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഡിലേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിലേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഡിലേറ്റ് ആപ്സ് ഓൺ യുവർ ആൻഡ്രോയിഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജ് ആയിരിക്കും ഇവിടെ വരിക. കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഡിലേറ്റ് ആപ്സ് ദാറ്റ് യു ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, താഴെയായിട്ട് നീല കളറിൽ ടാപ്പ് ടു ഗോ ടു ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതലായിട്ട് മെമ്മറി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് നമ്മളിവിടെ കണ്ടെത്താനായിട്ട് പോകുന്നത്. അത്തരത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിലുള്ള ആ മെമ്മറി നമുക്ക് എങ്ങനെയാണ് ശൂന്യമാക്കാനായിട്ട് സാധിക്കുക, അതായത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുകൂടി നമുക്കിവിടെ നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഗൂഗിൾ എന്ന ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റോറേജിൻ്റെ ക്യാഷ് എന്ന് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്യാഷ് 112 MB ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ഈ ക്യാഷെ മാത്രം നമുക്കിവിടെ ക്ലിയർ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ക്ലിയർ ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ 112 MB നമുക്കിവിടെ ഫോണിലേക്ക് തിരികെ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ഫയലുകൾ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാതെയാണ് നമ്മുടെ മെമ്മറി ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടുന്നത്. മെമ്മറി കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ താഴേക്ക് വരിക. ഇവിടെ ഓരോ ആപ്ലിക്കേഷനുകളിലും നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതലായിട്ട് മെമ്മറി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ നമുക്ക് എങ്ങനെ നമുക്ക് ശൂന്യമാക്കാം, അതായത് ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. അതിനാണ് നമ്മുടെ ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഇൻസ്റ്റാഗ്രാം എന്ന ആ ഒരു ഭാഗത്തുനിന്ന് ആ ആപ്പിൽ നിന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഐ ബട്ടൺ പോലെ ഒരു ഓപ്ഷൻ കാണില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസിലേക്കായിരിക്കും ഇത് നേരെ വരുന്നത്. അതിനുശേഷം ഇവിടെ താഴേക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റോറേജ് ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ ക്യാഷ് 502 MB ആണുള്ളത്, അതായത് 1/2 GB കൂടുതൽ ഇവിടെ ക്യാഷ് ഉണ്ട്. നമുക്കിവിടെ മെമ്മറി തീരെ ഇല്ലാത്ത ഓരോ ഫോണുകളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം 502 MB പറയുന്ന സമയത്ത് 1/2 GB നമുക്ക് ആ ഒരു ഫോണിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു 1/2 GB നമ്മുടെ ഫോണിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടാകും. നമുക്ക് 1/2 GB നമുക്ക് നമ്മുടെ ഫോൺ മെമ്മറി ഫ്രീ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും നമ്മൾ ഇതേപോലെ ലോങ് പ്രസ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഇവിടെ ആപ്പ് ഇൻഫോ എന്നാണ് കാണുന്നതെങ്കിൽ അതിൽ തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ ക്യാഷ് കിടക്കുന്നുണ്ട്. ആ ക്യാഷ് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ക്യാഷ് എന്നുള്ളത് മേലെ കൊടുക്കുക. ഇതേപോലെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ക്ലിയർ ക്യാഷ് മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. നിങ്ങൾ ക്ലിയർ സ്റ്റോറേജ് എന്ന് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ വേറെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. ഈ ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുക്കുന്ന സമയത്ത് അതെല്ലാം തന്നെ ക്ലിയർ ആയി പോകുന്നതായിരിക്കും. പിന്നീട് നമുക്ക് പുതിയതായിട്ട് ആ ആപ്ലിക്കേഷൻ സൈൻ ഇൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ സൈൻ ഇൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ പിന്നീട് അത് നമുക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ടും സാധിക്കില്ല. അതുകൊണ്ടാണ് ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുക്കേണ്ട എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അതെല്ലാം പാസ്വേഡും അതുപോലെ തന്നെ ജിമെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുക്കാവുന്നതാണ്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മെമ്മറി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും.
ഇതുപോലെ നിങ്ങൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ വാട്സപ്പിലും ഒരുപാട് ഫയലുകൾ ഇതിൽ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി വാട്സപ്പും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എത്ര മെമ്മറി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി എത്ര മെമ്മറി ഫ്രീ എന്നൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ നോക്കാനുള്ളത് നമ്മുടെ ഫോണിലുള്ള മെമ്മറി എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഇവിടെ 59 MB ആണ് ഇവിടെ മെമ്മറി ആയിട്ട് ഉള്ളത്. ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്താൽ തന്നെ ആ ഒരു മെമ്മറി നമുക്കിവിടെ ക്ലിയർ ആകുന്നതായിരിക്കും. നമുക്കിവിടെ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ ഡിലേറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് മുഴുവനുമായിട്ട് ഡിലേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫോണിൽ ഒരുപാടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ആൾ എന്ന് കൊടുത്താൽ മതി, അതെല്ലാം തന്നെ സെലക്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ അവിടെ ഡിലേറ്റ് എന്ന് കൊടുക്കുക. ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ താഴെ കോണ്ടാക്റ്റുകളിൽ എത്ര MB ഇവിടെ കിടക്കുന്നുണ്ട് നമുക്കിവിടെ കാണാനായിട്ട്. ഇവിടെ നമ്മുടെ കോണ്ടാക്റ്റുകളും ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ കോണ്ടാക്റ്റുകളിലൊക്കെ എത്ര MB കിടക്കുന്നുണ്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ കോണ്ടാക്റ്റുകളും തുറന്നതിന് ശേഷം ഇത്തരത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എത്ര ഇമേജുകളാണ് അവിടെ ഉള്ളത് എന്നതിനെ കുറിച്ച്. ആ ഇമേജുകളെല്ലാം നിങ്ങൾ ഓൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ നിങ്ങൾ അത് മാത്രം അൺസെലക്ട് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അതിന് ഡിലേറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡിലേറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഫയലുകൾ അവിടെ കിടക്കുന്നുണ്ടാകും. ഇതുകൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് എപ്പോഴെങ്കിലും കാണാതെ പോയാൽ നമുക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഫയലുകളോ ഫോട്ടോസുകളോ വീഡിയോസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കി നമുക്കത് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ ഡിലേറ്റ് ചെയ്ത് വിടുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിലൂടെ നിങ്ങൾക്ക് മെമ്മറി ഫ്രീ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ക്രോം നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും, ഫ്രീ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആപ്പ് ഇൻഫോ എന്നുള്ള ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സ്റ്റോറേജിൻ്റെ ക്യാഷ് എന്ന് ഉള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്യാഷ് നോക്കുക 347 MB ഉണ്ട്. അപ്പോൾ ഇവിടെ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് കൊടുക്കുക. അതിനുശേഷം താഴെ ക്ലിയർ ആക്സസ് എന്ന് കൂടി കൊടുക്കുകയാണെങ്കിൽ മുഴുവനുമായിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഒന്ന് നമ്മുടെ സെറ്റിങ്സിലേക്ക് തന്നെ പോവുക. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ടെമ്പററി സിസ്റ്റം ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അത് 7.5 GB ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ദിസ് ഇൻക്ലൂഡ് ക്യാഷ് ആൻഡ് അതർ ടെമ്പററി ഫയൽസ് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്നുള്ളവിടെ ഉണ്ട്, അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിലുള്ള ഏകദേശം ടെമ്പററി ഫയലുകളെല്ലാം തന്നെ നമുക്കിവിടെ ഡിലേറ്റ് ആയി പോകുന്നതായിരിക്കും. ഇത് ഡിലേറ്റ് ആയി പോയാൽ തന്നെ നമ്മുടെ ഫോണിൽ ഒരുപാട് സ്പേസ്, നമ്മുടെ മെമ്മറി സ്പേസ് നമ്മുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫോണിൽ എത്ര മെമ്മറി സ്പേസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടി എന്ന് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ സെറ്റിങ്സുകളെല്ലാം ചെയ്തതിലൂടെ എത്ര ഫോൺ മെമ്മറി സ്പേസ് നിങ്ങൾക്ക് പുതിയതായി കിട്ടി എന്ന് നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും